രേണുസുതിക്ക് മനസ്സിലായി ഇപ്പൊ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊളിയെന്നുള്ളത്. വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പം ആ മുഖം പിന്നെ തെളിഞ്ഞിട്ടേ ഇല്ല. സംരക്ഷിക്കണം. റൊമാൻസിന്റെ ഒരാൾ ഇവിടെ ഒരാൾ പുറത്താണ്. അതെ, ഒരാൾ എന്റെ അടുത്ത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അവർക്ക് അഡീഷണൽ ഒരു ക്യാമറ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. വേറെ ആരെ കുറിച്ചല്ല, നമ്മളുടെ രേണുസുതിയെ കുറിച്ച്. നമ്മൾ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സൂപ്പർവൈസർ ആയിട്ട് അഡീഷണൽ ഒരു ക്യാമറയായിട്ട് ബിഗ് ബോസ് കൊണ്ടുപോയതായിട്ട് തോന്നുന്നു എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞു ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു അഡീഷണൽ ക്യാമറ ഇരിക്കുന്നെന്ന്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കയ്യേറ്റം ചെയ്യുന്ന ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ലാലേട്ടൻ ഇത് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രേണുസുതിയുടെ ഹൈജീനെ കുറിച്ചൊരു പോർഷൻ ചെയ്തിരുന്നു. അതിനകത്ത് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് ഒരു ചേച്ചിയുടെ. എന്തായാലും നമുക്ക് അതിനുള്ളൊരു മറുപടി കൊടുക്കണമല്ലോ. ആ ചേച്ചി ഇട്ടേക്കുന്ന കമന്റ്, നീ വായിൽ നിന്നും ഒന്നും എടുക്കില്ലേ, ആരോടും പറയരുത്, പോകുന്നത് പൊട്ട, എന്തോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ വായിൽ നിന്നൊന്നും എടുക്കില്ല എന്നാണ് ചോദിക്കുന്നത്. ആ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, റെസ്പെക്റ്റോട് കൂടി ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യത്തില്ല. 18 പേര് താമസിക്കുന്ന ആ വീട്ടിൽ ഹൈജീന്റെ പ്രശ്നം എല്ലാവരും പറഞ്ഞുകൊണ്ട് അവിടെ ഹൈജീന്റെ വിഷയങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള വീട്ടിൽ 18 പേര് കൊള്ളുന്ന ആ വീട്ടില് ഒരാൾ ഒരു തെറ്റ് ചെയ്ത് ഹൈജീനെ പറ്റി ഒരു തെറ്റ് ചെയ്താലും അതെല്ലാവരെയും ബാധിക്കും. അവിടെ അണുക്കൾ ഉണ്ടാകാം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകാം. എന്തുണ്ടായാലും നമ്മളെ അവിടെയുള്ള ബാക്കിയുള്ളവരെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും. ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. രേണുസുതി കാണിച്ചതുപോലെ വായിന്നെടുത്ത് ഇങ്ങനെ കളയാനാണെങ്കിൽ ഞാൻ വെളിയിൽ പോയിട്ട് ഞാൻ കളയും. അല്ലാതെ ഞാൻ നടക്കുന്നിടത്തോ ആ കാർപ്പറ്റിലോ അല്ലെങ്കിൽ വീട്ടിന്റെ സൈഡിലോ ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഇതിനു മുമ്പ് രേണുസുതി മുടിയൊക്കെ എടുത്ത് കെട്ടി ഈ ഗാർബേജിൽ ഇടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെയാണ് നടന്നത് എന്ന് ചേച്ചി മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളൊക്കെ അടുക്കളയിൽ നിങ്ങളുടെ മുടിയൊക്കെ ചീകി എടുത്തിട്ട് നിങ്ങൾ ചുറ്റി അടുക്കളയിലാണോ കൊണ്ടുവിടുന്നത്? അടുക്കള ഗാർബേജിലാണ് ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊക്കെ അടുക്കളയിലും അല്ലെങ്കിൽ ഹാളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ വായിൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ തന്നെ എടുത്ത് താഴോട്ടിടുകയാണോ ചെയ്യുന്നത്? എന്തായാലും ഞാൻ അങ്ങനെയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ലാലേട്ടൻ തന്നെ ഇന്ന് ശരിക്കും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. ആ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്റെ പൊന്നോ, ലാലേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാനിതെല്ലാം കൊടികളൊക്കെ സംരക്ഷിക്കുമായിരുന്നു, ഞാൻ ആ കൊടികളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആ ഹാളിൽ പോയി ഇരുന്നുകൊണ്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് രേണുസുതി. ഞാനിങ്ങനെ കിടക്കുമായിരുന്നു, എന്റെ മേത്ത് വന്ന് ആരൊക്കെ പിടിച്ച് ഞാനിങ്ങനെ അമർത്തി പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു, അത് ആരും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് വീട്ടുകാർക്ക് എല്ലാം മനസ്സിലായി അവിടെ ഒരു ക്യാമറ പോലെ അവിടെ എല്ലാവരും സൂപ്പർവൈസ് ചെയ്ത് അവിടെ എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു രേണുസുതിയാണ് കണ്ടത് എന്നുള്ളത്. എന്തായാലും ലാലേട്ടൻ ഇന്ന് മുടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. രേണു മുട്ടയടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, ചേട്ടാ ഇത് ഞാൻ മുട്ടയടിക്കുന്നില്ല, ഞാൻ ഇതും ഇങ്ങനെ മുടി ജസ്റ്റ് പിടിപ്പിച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞതുപോലെ എന്താണെന്ന് മനസ്സിലാക്കുകയോ ഒന്നും അറിയത്തില്ല, മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. ആ ഒരു മുടിയുടെ വിഷയം അവിടെ വന്നതുകൊണ്ട് ലാലേട്ടൻ എടുത്ത് പറഞ്ഞതാണ് മുട്ടയടിച്ച് കൂടായോ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാ. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചത്, മുടിയുടെ വിഷയം ഉള്ളത് കൊണ്ടാണോ അവിടെ ഗെയിം കളിക്കാതെ ഇരുന്നത് എന്ന്. അതിനെന്താ പറഞ്ഞത്, ഞാനത് സംരക്ഷിക്കുമായിരുന്നുള്ളത്. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് വേറൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. അപ്പാൻ ശരത്തിന്റെ വിഷയം, അപ്പാൻ ശരത്തും ബിൻസിയും തമ്മിലുള്ള വിഷയം. അവിടെ ഷാനവാസ് ആണ് പൊലിപ്പിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഷാനവാസ് ആണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അനുമോളാണ് ഇത് ആദ്യം ഇട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പാൻ ശരത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ റൊമാൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അക്ബർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് റൊമാൻസിന്റെ ഒരാൾ ഇവിടെയും ഒരാൾ വെളിയിലുമാണെന്ന്. ഇതാരും ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമുക്ക് അതൊന്ന് കാണാം. ഫണ്ണുണ്ട്, മാസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. റൊമാൻസിന്റെ ഒരാൾ ഇവിടെ ഒരാൾ പുറത്തുമാണ്. അതെ, ഒരാൾ എന്റെ അടുത്ത് പറയുന്നുണ്ട് റൊമാൻസിന്റെ ഒരാൾ അകത്തുമുണ്ട് ഒരാൾ വെളിയിലും ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഇതുണ്ട്. അപ്പാൻ ശരത്തിന്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്ന അല്ലെങ്കിൽ അപ്പാൻ ശരത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്ന ഈ അക്ബർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ അക്ബറിനും ഈ ഷാനവാസും ഈ പറഞ്ഞ അനുവും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ രേണുസുതിയുടെ ആ കൊടി സംരക്ഷിച്ച വീഡിയോയിലേക്ക് വരാം. അതിനിടയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ക്യാമറ, അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്നത്. ആരെന്നറിയാ? ഒന്നും ചെയ്യാതെ ഒരാള്, ഒന്നും ചെയ്യാതെ നിന്ന് ആളെ നേടിയിട്ട് ആരാണ്? എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു.
രേണു ചേച്ചിയാണെന്ന് അവിടെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ അങ്ങനെ അവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു എന്നാ പറയുന്നത്. കള്ളത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കൊടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്തോ ക്യാമറയാണെന്ന്. എന്ത് പറ്റി? മുടിയുടെ പ്രോബ്ലം കാരണമാണോ? ഞാൻ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ലാലേട്ടൻ ചോദിക്കുന്നത് മുടിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടാണോ അങ്ങനെ അങ്ങ് ചുമ്മാ നിന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ അല്ല, ഞാൻ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടാസ്ക് തീരുന്ന ആ ബസർ അടിക്കുന്നത് വരെ നമ്മളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. എവിടെയാണ് കൊടിയെ സംരക്ഷിച്ചത്? വെളിയിൽ നിന്നുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ കയ്യും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന രേണുസുതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയും കള്ളത്തരം. സംരക്ഷിക്കണം. ശരി, എന്തായാലും ഒന്ന് കാണാം അല്ലേ നിങ്ങളുടെ കൊടി സംരക്ഷണം? ഓക്കെ, അത് ലാലേട്ടന്റെ മുഖത്ത് നോക്കിയാണ് ഈ കള്ളത്തരം പറയുന്നത്. എന്തായാലും ഒന്ന് കാണാം അല്ലേ നിങ്ങളുടെ കൊടി സംരക്ഷണം? ഓക്കെ, കാണാല്ലേ നമുക്ക് നിങ്ങളുടെ കൊടി സംരക്ഷണം എന്നാണ് പറയുന്നത്. അത് രേണുസുതിക്ക് മനസ്സിലായെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ അവിടെ നിന്നും ബാക്കിയുള്ള ആർക്കെങ്കിലും ഒക്കെ കത്തിക്കാണും. എന്ന് വെച്ചാൽ രേണുസുതിയുടെ കൊടി സംരക്ഷണത്തിനെയാണ് പ്രത്യേകം എടുത്ത് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്ന് ആ വീഡിയോ കാണിച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, രേണുസുതി എന്ന് പറയുന്ന ഒരാൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷെ അത് ആലോചിച്ചെടുക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലല്ലേ അത് ആലോചിക്കൂ. ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ലാലേട്ടൻ പറഞ്ഞതെന്ന്. ഈ ഗെയിം ഇതിനകത്ത് കാണിക്കുമ്പോൾ അനു ആണെങ്കിൽ കാണിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ്, അനു കാണിക്കുന്ന ഒരു ആക്ട് കാണിക്കുന്നുണ്ട്. ആ കൊടി എടുത്ത് വെച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ക്യാമറ കാണുമ്പം ക്യാമറയെ പോടാന്ന് പറയുന്നുണ്ട് ക്യാമറയെ നോക്കിയിട്ട്. ഇതൊക്കെ ഒരു ഫണ്ണാണ്. അത് ഫണ്ണായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബോസിനും അതൊരു കണ്ടന്റ് ആയിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചത് അനുവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടി സംരക്ഷിക്കാൻ വന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ ശാരികയുടെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആദ്യം ശ്രദ്ധിക്കുന്ന നമുക്ക് രേണു ചേച്ചിയെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കൊടി സംരക്ഷിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. ആ കൊടിയുടെ അവിടെ സംരക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് ആ വട്ടത്തിന് കിടക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് എല്ലാരെയും വാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വാച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ വാച്ച്മാൻ എന്ന് പറയാം. ഈ ലാലേട്ടൻ പറഞ്ഞ പോലെ അഡീഷണൽ ക്യാമറയാണ് അവിടെ നിന്ന് എല്ലാം വീക്ഷിക്കുന്നത്. എന്ത് പറ്റി? മുടിയുടെ പ്രോബ്ലം കാരണമാണോ? എന്നിട്ടാണ് പറയുന്നത് ലാലേട്ടൻ ഞാൻ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളത്. ആരൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ള കണക്കെടുക്കുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ രേണുസുതിയുടെ മുഖം അങ്ങ് മാറി. രേണുസുതിക്ക് മനസ്സിലായി ഇപ്പൊ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊളിയെന്നുള്ളത്. വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പം ആ മുഖം പിന്നെ തെളിഞ്ഞിട്ടേ ഇല്ല. സംരക്ഷിക്കണം. രക്ഷപ്പെട്ടില്ലേ രേണു? അതാ ചോദിച്ചേ. എന്താണ് അവിടെ പോയിരുന്ന കാര്യമായില്ലേ? ഒഴിഞ്ഞു പോയേനെന്നാ അത് പറഞ്ഞത്. അവിടെ പോയിരുന്നെങ്കിൽ പൊടിഞ്ഞു പോയേനെ. അങ്ങനെ പോയി നിൽക്കാതിരുന്ന കാര്യമായില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ മുഖമൊക്കെ ഒന്ന് കാണാം. ആ മുഖത്തിന്റെ വ്യത്യാസവും ആദ്യം പറഞ്ഞ ആ വ്യത്യാസവും തമ്മിൽ നിങ്ങൾക്ക് ആ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വ്യത്യാസം. പെട്ടും പോയി പിടിച്ചു. ആൾക്കാരെല്ലാവർക്കും മനസ്സിലായി. പിന്നെയും നാണം കെട്ടു എന്ന് തന്നെ പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. നാളെയും ഇത് തന്നെ കാണിക്കത്തുള്ളൂ. അതിന് അടുത്ത ടാസ്ക് വരുമ്പോഴും അല്ലെങ്കിൽ അടുത്ത അവിടെ വീട്ടിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ശാരിക എങ്ങാനും ഒന്ന് ഔട്ടായി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഒന്നും ഇല്ല. ശാരികയോടുള്ള കൂടുതലും സംസാരിച്ചുകൊണ്ട് അവിടെ ഒരു മൂലയ്ക്ക് രണ്ടുപേരും കൂടി ഇരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ടാസ്ക് രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇനി ശാരിക കൂടെ ഇനി ഔട്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രേണുസുതിയെ കുറിച്ച് നമ്മളെല്ലാവരും വീഡിയോയിൽ നമ്മളിപ്പോ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിന്റെ അടുത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ഓരോ വീഡിയോയ്ക്ക് താഴെയും ഏഷ്യാനെറ്റിന്റെ ഓരോ പ്രൊമോ വരുമ്പോഴും അതിന്റെ എല്ലാം താഴെ ഈ രേണുസുതി എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്, എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്, ബാക്കിയുള്ള കളിക്കുന്നവരെ എല്ലാം വെളിയിൽ ഇറങ്ങി പോകുന്നു, ഒന്നും ചെയ്യാത്ത ഒരാൾ അവിടെ കറങ്ങി നടക്കുന്നു എന്നൊക്കെ ഒരുപാട് കംപ്ലൈന്റ് ഇതുപോലെ ബിഗ് ബോസിന് പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ അവരെന്തായാലും അവർ ശ്രദ്ധിക്കുമല്ലോ, ഓരോ കമന്റുകളും അവർ ശ്രദ്ധിക്കും, പലരെയും കുറിച്ച് പറയുന്നതും. പിന്നെ അവർ നോക്കുമ്പോഴും ക്യാമറയിൽ ഇത്രയും 18 പേരെയും കൊണ്ടിട്ടിട്ട് ഇപ്പൊ ക്യാമറയ്ക്കകത്ത് ആളെ കാണുന്നില്ല. ക്യാമറ വരെ തപ്പി നടക്കുകയാണ്. ക്യാമറ ഈ രേണുസുതിയെ തപ്പി നടക്കുമ്പോൾ രേണുസുതി വേറൊരു ക്യാമറയായി അവിടെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമില്ല, ചുമ്മാ നോക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവിടെ പോയി ഇരുന്നോണ്ട് ഇങ്ങനെ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ലാലേട്ടന്റെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അക്ബറിന് വേണ്ട രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അക്ബറിന്റെ വീട്ടിൽ നിന്ന് വരെ വിളിച്ച് അവർ ഉമ്മ തന്നെ പറഞ്ഞു, അക്ബറെ നീ വെളിയിൽ കാണുന്ന അക്ബറിനെ അല്ല, എനിക്ക് അകത്ത് കാണുമ്പോൾ എനിക്ക് വേറൊരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട്
നല്ല കളിക്കുക, നല്ല രീതിയിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാലേട്ടൻ തന്നെ ചോദിച്ചത് എന്തിനാ ഇങ്ങനെ കിടന്ന് ബലം പിടിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അക്ബറിനൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഇങ്ങനെ ബഹളം വെക്കുന്നത് കൊണ്ടൊക്കെയാണ് ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും വെളിയിലെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഏകദേശം ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ആളിന് മനസ്സിലായി പോകുന്നതെല്ലാം നെഗറ്റീവായിട്ടാണ് വെളിയിലോട്ട് പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒനീലിന്റെ ആണെങ്കിലും ഈ പറയുന്ന അബിയുടെ ആണെങ്കിലും ഇവരെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാം അവിടെ എന്തോ വലിയ സ്റ്റാർ ആണെന്നുള്ള. ആര്യന്റെ ഒക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര കണ്ടന്റ് ആയിട്ടൊക്കെ വെളിയിൽ പോകുന്നുണ്ട്, ആൾക്കാരെല്ലാം എടുത്തു വെച്ച് ആഘോഷിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനൊന്നും അല്ല. നീയൊന്നും ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല വെളി നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രേണു ചേച്ചിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ചുമ്മാ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കുക എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഇനി മനസ്സിലാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഗെയിം ഒന്നും കയ്യിലില്ല. അല്ലെങ്കിൽ എന്താണ് അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം എന്താണെന്ന് അറിയാതെ കയറിപ്പോയതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് എന്ന് കേട്ടപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന പോലെ വെട്ടിയും തൂക്കിപ്പോയി, അവിടെ പോയി പെട്ടുപോയി. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ അടുത്ത കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച എനിക്ക് പോണം എന്ന് വെച്ച് പറയുന്നതായിരിക്കാം. എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ പോകണം എന്നായിരിക്കും. അത് ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് അത് നേരെ മറിച്ച് തിരിച്ചു പറയും, എനിക്ക് പോകണ്ട ലാലേട്ടാ, ഞാൻ ആ സങ്കടം കൊണ്ട് പറഞ്ഞാന്ന് പറയും. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ട പോലെ എല്ലാ ക്യാമറയിലും പോയി നിന്നുകൊണ്ട് സുധിച്ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നെന്നാണ് പറയുന്നത്, കിച്ചുമോനെ എന്നൊക്കെ വിളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ബിഗ് ബോസ് അതൊന്നും കാണിക്കുന്നില്ല. ബിഗ് ബോസിന് മനസ്സിലായി വേറൊന്നും കയ്യിലില്ല, ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ. അതെടുത്ത് കാണിച്ചിട്ട് വലിയ കാര്യമില്ല. ഈ കാണുന്നവർ തന്നെ, ഈ കമന്റ് ഇടുന്നവർ തന്നെ ഏഷ്യാനെറ്റിന്റെ പേജിലാണെങ്കിലും ഹോട്ട്സ്റ്റാറിന്റെ പേജിലാണെങ്കിലും പോയി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരെണ്ണത്തിന് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്, ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന്. അതുകൊണ്ടായിരിക്കും കൂടുതലും അവരും കാണിക്കാത്തത്. കാണിക്കാൻ കണ്ടന്റ് ഇല്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാളുടെ ചാൻസ് കളഞ്ഞിട്ട് ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ കയറിപ്പോയി. ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന്. അത്യാവശ്യം നമുക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാല് പല കള്ളത്തരങ്ങളും പൊളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ പൊളിഞ്ഞ ഒരു കള്ളത്തരമാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത്, ഫസ്റ്റ് എന്റെ മാരേജ് സുധിച്ചേട്ടനാണെന്ന് പറഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിരുന്നു. അത് പൊളിച്ച് കയ്യിലടക്കിയിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.